രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശരീരത്തെ ആസ്പദമാക്കിയുള്ളതായ സുഖങ്ങളും ദുഃഖങ്ങളും, ശരീരത്തിൻ്റെ പരിമിതികൾ ഉണ്ടാക്കുന്നതായ പല പ്രകാരത്തിലുള്ളതായ ദീനതകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും, ഇതൊക്കെ എൻ്റേതാണെന്നാണ് വിചാരം. ഇതൊന്നും എൻ്റേതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ജനിമൃതികളും അതുമൊക്കെ ശരീരത്തിൻ്റേതാണ്. ജീവന് അഥവാ ആത്മാവിന് അതുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ഈ 6 മാറ്റങ്ങൾ അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതി കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചു. ഈ 6 മാറ്റങ്ങളും ശരീരത്തിനുള്ളതാണ്. ആത്മാവാകുന്ന നമ്മുടെ എല്ലാം ഉള്ളിൽ കുടികൊള്ളുന്ന ഞാനുണ്ടല്ലോ, നമ്മുടെ എല്ലാം ഉള്ളിലൊരു ഞാനുണ്ട്. ആ ഞാനിൻ്റേതല്ല ഈ മാറ്റങ്ങളൊന്നും. പക്ഷേ ഈ തെറ്റിദ്ധാരണ മൂലം ഇതൊക്കെ എൻ്റേതാണ് എന്ന് ധരിച്ചിട്ട് അതിൽ കുടുങ്ങുന്നു, അതിൽ വേദനിക്കുന്നു, അതിൽ ഭയപ്പെടുന്നു, അതിൽ ക്ലേശിക്കുന്നു. അങ്ങനെ മായാബന്ധനത്തിൽപ്പെട്ട് ലോകത്തിൽ കുടുങ്ങിയിട്ട് നാം വ്യസനിക്കുന്നു. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. ഈ മായയുടെ ബലം ഇനിയും മനസ്സിലാക്കിക്കൊള്ളുക. നാം കാണുന്ന വിശ്വമുണ്ടല്ലോ, ലോകം, ഈ ലോകം മായാകൽപ്പിതമാണ്. ഈ ലോകത്തെ നിർമ്മിക്കുന്നത് മായയാണ്. ആ മായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീര മനോബുദ്ധ്യാദികളെയൊക്കെ സൃഷ്ടിച്ചിട്ട് നാം ആകുന്ന ജീവാത്മാവിനെ അതിൽ കുടുക്കിയിടുന്നു. ലോകമുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കുന്നത് മായയാണ്. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. മായ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നു, വിശ്വമേ ഉള്ളൂ, ഈശ്വരൻ ഇല്ല എന്നുവരെ അത് തോന്നിച്ചു കളയുന്നു. പരമാത്മാവിനെ പൂർണ്ണമായും നമ്മുടെ അനുഭവത്തിൽ നിന്ന് മാച്ചു കളഞ്ഞിരിക്കുന്നു. കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഒന്നും പരമാത്മാവിനെ എങ്ങും അറിയാൻ പറ്റില്ല. സർവത്ര യഥാർത്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവാണ്. പരമാത്മാവാണ് ഉള്ള വസ്തു. പക്ഷേ മായ എന്ത് ചെയ്യുന്നു? അതിനെ മുഴുവൻ മറച്ചു കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആ സ്ഥാനത്ത് പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നു. ഇത് മുഴുവൻ മായയുടെ പ്രഭാവമാണെന്നറിയുക. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാൽ ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത്, ദേഹമെന്നും ഉണ്ടല്ലോ നാമം. ഈ ക്ഷേത്രമെന്താണ്, ദേഹമെന്താണ് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ക്ഷേത്രമെന്ന് പറയുന്നത് ഈ ദേഹത്തെയാണ്. ആ ദേഹത്തിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ദേഹത്തെ അറിയുന്നവനായ ജീവാത്മാവിന് ക്ഷേത്രജ്ഞൻ എന്നു പേര്. ഭഗവത്ഗീതയിലെ ക്ഷേത്രജ്ഞയോഗം ഈ വിഷയത്തെ വളരെ വിശദമാക്കി നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യായമാണ്. ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെയുണ്ട്? ഇന്ദ്രിയ ദശകങ്ങളുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയ ദശകം 10 ഇന്ദ്രിയങ്ങൾ. അത് 2 തരത്തിൽ. അതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. വാക്ക് പാണി പാദം ഉപസ്ഥം പായു എന്ന 5 കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി എന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇങ്ങനെ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും, ഞാൻ 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 എന്നുള്ളതായ വിചാരം, പിന്നെയോ ബുദ്ധിയും, ഏതൊരു കാര്യത്തിൻ്റെയും വസ്തുസ്ഥിതിയെ സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത് കണ്ടെത്തുവാനുള്ള നമ്മുടെ ഉള്ളിലെ ആ കഴിവ്, ആ അന്തരിന്ദ്രിയം, അതാണ് ബുദ്ധി. പിന്നെയോ മനസ്സ്, വികാരങ്ങളുടെ എല്ലാം സ്ഥാനമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിൻ്റേത്.
പിന്നെ ചിത്തം. ഇത് നാലും നമ്മുടെ ഉള്ളിൽ കുടികൊണ്ടുകൊണ്ട് നമുക്ക് ഈ ലോകാനുഭവത്തെ ഈ പ്രകാരത്തിൽ നേടുവാനായിട്ടുള്ള സാഹചര്യമൊരുക്കുന്നു. ഇതിനും അപ്പുറത്തായിട്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നുള്ളവയ്ക്കും അപ്പുറത്തായിട്ട് സൂക്ഷ്മമായ മണ്ഡലത്തിൽ, അത്യന്ത സൂക്ഷ്മമായ മണ്ഡലത്തിൽ ഇതിനെല്ലാം ആധാരമായ മൂലപ്രകൃതി കുടികൊള്ളുന്നു. ആ മൂലപ്രകൃതിയുടെ പേരാണ് മായയെന്ന്. ആ മൂലപ്രകൃതിയും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നുള്ളതായ അന്തരിന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ചേർന്നതാണ് നമ്മുടെ ഈ ദേഹം അഥവാ ശരീരം. ഇതിന് സാങ്കേതികമായി ശാസ്ത്രത്തിലുള്ളതായ പേര് ക്ഷേത്രം എന്ന്. ക്ഷേത്രമായത് ദേഹം എന്നുമുണ്ടല്ലോ നാമം. ഇതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രജ്ഞനിരിക്കുന്നു, ക്ഷേത്രത്തെ അറിയുന്നവനിരിക്കുന്നു. ഈ ക്ഷേത്രം ജഡമാണ്. അതിന് താൻ ഉണ്ടെന്ന് പോലും അറിയില്ല, മറ്റുള്ളതിനെ അറിയാനും ശേഷിയില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുന്നു ക്ഷേത്രജ്ഞൻ, ക്ഷേത്രത്തെ അറിയുന്നവൻ. ആ ക്ഷേത്രത്തിലൂടെ ഈ ജഗത്താകുന്ന ക്ഷേത്രത്തെയും അറിയുന്നവൻ. ആ ക്ഷേത്രജ്ഞനാണ് ജീവൻ എന്നറിഞ്ഞുകൊള്ളുക. എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്ന് ജീവൻ. ഈ ക്ഷേത്രത്തിൽ നിന്ന് വേറെയാണ് ക്ഷേത്രജ്ഞൻ. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമല്ല, ദേഹമാകുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗമല്ല ജീവൻ. ദേഹമാകുന്ന ക്ഷേത്രത്തിൻ്റെ ഉൽപ്പന്നവുമല്ല ജീവൻ. അതിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായി വേറിട്ടുള്ളൊരു വസ്തുവാണത്. നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ആ ജീവൻ എന്നുള്ളത് അഥവാ ജീവാത്മാവെന്നുള്ളത് അഥവാ ക്ഷേത്രത്തെ അറിയുന്നവനെന്നുള്ള അർത്ഥത്തിൽ ക്ഷേത്രജ്ഞനായിട്ടുള്ളത് പരമാത്മാവ് തന്നെയാണ്. ഒന്നിനോടും ബന്ധമില്ലാതെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വിളങ്ങുന്ന നിശ്ചലനായ കാലദേശങ്ങളുടെ പരിധിക്ക് അപ്പുറം കുടികൊള്ളുന്നവനായ പരമാത്മാവാണ് ഈ ജീവൻ എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊള്ളണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ജീവൻ അഥവാ ജീവാത്മാവ് അത് നിശ്ചലമാണ്. ആ ജീവാത്മാവ് അത് ഈ ക്ഷേത്രത്തിൽ നിന്ന് സ്വതന്ത്രമാണ്. തൽക്കാലം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ചരാചരങ്ങൾക്കുള്ളിലും ജീവനുണ്ട് അഥവാ ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവ് ചരാചരങ്ങൾക്കുള്ളിൽ മാത്രമല്ല പുറമേയും വ്യാപിച്ചിരിക്കുന്നു. സമസ്ത പ്രപഞ്ചങ്ങളും ഈ ആത്മാവിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ വഹിക്കുന്നതായ ആത്മാവിന് പരമാത്മാവ് എന്ന പേര്. ആ പരമാത്മാവ് തന്നെയാണ് ഓരോ ക്ഷേത്രത്തിലും ജീവാത്മാവായി കുടികൊള്ളുന്നത്. ഈ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്ന് അറിഞ്ഞുകൊള്ളണം. ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. സർവത്ര വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവും നിർഗുണ നിരാകാര ബ്രഹ്മവും പിന്നെയോ ഓരോ ക്ഷേത്രത്തിലും കുടികൊള്ളുന്ന, ഓരോ ദേഹത്തിലും കുടികൊള്ളുന്ന ജീവാത്മാവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പരമാത്മാവ് തന്നെയാണ് ജീവനായി ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത്. അതിനാൽ ഈ ജീവൻ ശരീരത്തിൻ്റെ ഉൽപ്പന്നമല്ല. ഈ ശരീരത്തിന് അഥവാ ക്ഷേത്രത്തിന് ഈ ജീവനെ ഒരു പ്രകാരത്തിലും ബന്ധിക്കാനാവുന്നില്ല, ആവുകയുമില്ല. അങ്ങനെ സ്വതന്ത്രനാണ് ഈ ആത്മാവ്. പക്ഷേ മായയുടെ പ്രഭാവത്താൽ അജ്ഞാനം മനസ്സിൽ വളർന്നിട്ട് ഈ ജീവനാണ് അല്ലെങ്കിൽ ആത്മാവാണ് ഞാനെന്നുള്ള വസ്തുതയെ എങ്ങോ നഷ്ടപ്പെടുത്തി മറന്നിട്ട് ഞാൻ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് സകല ദുഃഖങ്ങൾക്കും ജനിവൃത്തി പരമ്പരകൾക്കും ഒക്കെ കാരണം. നാം യഥാർത്ഥത്തിൽ എന്താണ്? ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇരുന്നും ക്ഷേത്രത്തിന് വെളിയിൽ പ്രപഞ്ചമാകുന്ന ക്ഷേത്രത്തിനുള്ളിലും വെളിയിലും വ്യാപിച്ചും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്. എന്താണ് ആത്മാവ് എന്നാണ് ചോദ്യമെങ്കിൽ കേട്ടുകൊള്ളൂ. ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം. നമുക്ക് ദേഹത്തെ അറിയാം, ശരീരത്തെ അറിയാം, പ്രാണനെ അറിയാം, നമുക്ക് ബുദ്ധിയെ അറിയാം,
നമുക്ക് അഹങ്കാരത്തെ അറിയാം, അതേപോലെ തന്നെ നമുക്ക് മനസ്സിനെ അറിയാം. ഇവയൊന്നുമല്ല ആത്മാവ്. ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല. ഞാനെന്ന ആത്മാവ് ഇവറ്റിൽ നിന്നും മേലെ ഈ ദേഹം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇത്യാദികളിൽ നിന്നിട്ട് മേലെയാണ്, ഉപരിയാണ് കുടികൊള്ളുന്നത്. ഉപരി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ തലത്തിൽ എന്നർത്ഥം. ഇവയുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മതലത്തിൽ ആത്മാവ് കുടികൊള്ളുന്നു. ആ ആത്മാവിൽ ഈ പറഞ്ഞ മായാകാര്യങ്ങളൊന്നും തന്നെ തൊടുന്നില്ല. ആ പരമാത്മാവ് ഇതിൽ നിന്നെല്ലാം തികച്ചും ഭിന്നനാണ് എന്നറിഞ്ഞുകൊള്ളുക. ആ പരമാത്മാവാണ് ഞാൻ. ജ്ഞാനം കൊണ്ട് തന്നെ വഴി പോലെ കണ്ട് അറിഞ്ഞിടാം. ആ ആത്മാവാകുന്ന എന്നെ എങ്ങനെയാ തിരിച്ചറിയാനാവുക? അതിന് ഉപാധിയുണ്ട്. ആ ഉപാധിയാണ് ജ്ഞാനം, പരമാത്മജ്ഞാനം. ജ്ഞാനം കൊണ്ട്, വേദാന്തശാസ്ത്രം നമുക്ക് പകർന്നു തരുന്നതായ ജ്ഞാനം കൊണ്ട് ആത്മാവായിരിക്കുന്ന എന്നെ വഴി പോലെ ശരിയായ പ്രകാരത്തിൽ കണ്ട്, മഹാസമാധിയിൽ നേരിട്ട് പ്രത്യക്ഷമായി കണ്ട് അറിയാനായി സാധിക്കും. എന്താണ് ജ്ഞാനം? ജ്ഞാനം കൊണ്ടാണ് ആത്മാവിനെ അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. എന്താ ജ്ഞാനം? ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ, ആത്മാവിനെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന സാധനാ പദ്ധതി, ഉപകരണം, അതാണ് ജ്ഞാനം എന്ന് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ ജ്ഞാനത്തിലൂടെ ഞാൻ ശരീര മനോബുദ്ധികളെല്ലാം ആത്മാവാണ് എന്ന് അനുഭവിച്ചറിയാനാകും. എനിക്ക് ജനനമില്ല, എനിക്ക് മരണമില്ല, എനിക്ക് രോഗമില്ല, എനിക്ക് വാർദ്ധക്യമില്ല, എനിക്ക് ദുഃഖമില്ല, ദൗർബല്യമില്ല. ഞാൻ ഒരിക്കലും പരിമിതനല്ല, അഖണ്ഡ സച്ചിദാനന്ദമാണ് എന്ന് ജ്ഞാനം കൊണ്ട് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയാനായി സാധിക്കും. ജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന, ലൗകിക ജീവിതത്തിലൂടെ കടന്നു വരുന്ന സാധാരണരെ നമ്മെയെല്ലാം സഹായിക്കുന്ന മുഖ്യമായിരിക്കുന്ന ഉപകരണം ഭക്തിയാണ് എന്നറിഞ്ഞുകൊള്ളണം. ഭക്തിയുണ്ടെങ്കിൽ ഭക്തിയുടെ ബലത്താൽ ക്രമേണ ജ്ഞാനം ഉള്ളിൽ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുന്നതായ ജ്ഞാനം ആത്മാവിനെ, നാം തന്നെയായിരിക്കുന്ന പരമാത്മസ്വരൂപത്തെ നമുക്ക് കാണിച്ചു തരും. ഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? മൽഭക്തന്മാരോടുള്ള നിത്യസംഗമത്തും. ഈ ലോകത്തിൽ എൻ്റെ ഭക്തന്മാരായിട്ട് ആരൊക്കെയാണോ ഉള്ളത് അവരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുക, അവരോട് സംസാരിക്കുക, അവർ ചെയ്യുന്നതായ ശ്രേഷ്ഠമായിരിക്കുന്ന ഐശ്വര്യകർമ്മങ്ങളിൽ ഭാഗഭാക്കായി തീരുക. മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും, എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടുന്നതായ സേവനങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി ചെയ്യുക. ഇതൊക്കെ ഭക്തി വർദ്ധിക്കാനുള്ള ഉപകരണമാണ്. ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാകും. ആ ജ്ഞാനം ആത്മാവിനെ, നാം തന്നെയായിരിക്കുന്ന ആത്മാവിനെ നമുക്ക് പ്രത്യക്ഷമായിട്ട് നേരിട്ട് കാണിച്ചു തരികയും ചെയ്യും. ഏകാദശി തുടങ്ങിയതായ വ്രതാനുഷ്ഠാനങ്ങളും പൂജനം, വന്ദനവും, ഭാവനം, ദാസ്യം, നല്ല ഭോജനം, അഗ്നി വിപ്രാണം കൊടുക്കുകയും, പൂജ ചെയ്യുക, വന്ദിക്കുക, അതേപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ നിരന്തരം ഏർപ്പെടുക, സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ഈശ്വരീയമായ ഭാവനയോടുകൂടിയിട്ട്. അങ്ങനെ ലോകത്തിന് സമസ്ത ചരാചരങ്ങളും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ വിവിധങ്ങളായ രൂപങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിരാട് രൂപനായി നിൽക്കുന്ന ഈ ഭഗവാനെ എല്ലാ കഴിവുകൊണ്ടും നാം ശ്രദ്ധാഭക്തികളോടുകൂടി സേവിച്ചു കഴിഞ്ഞാൽ ഭക്തി ഹൃദയത്തിൽ വളർന്നു വരും. അങ്ങനെ വളരുന്ന ഭക്തിയാൽ ജ്ഞാനം തെളിയും. ഞാൻ ശരീരമനോബുദ്ധികളല്ല, സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദമാണ് എന്നുള്ളതായ ബോധം സ്വാഭാവികമായിട്ട് തെളിഞ്ഞു വരും.
ജ്ഞാനം തെളിയുമ്പോഴേക്കും ബ്രഹ്മസാക്ഷാത്കാരം കൈവരും. ലക്ഷ്മണ, മായയുടെ പിടിയിൽ നിന്ന് മോചിച്ച് യാതൊരു കോലാഹലവുമില്ലാതെ വളരെ സ്വാഭാവികമായി മോചിച്ച് അഖണ്ഡ സച്ചിദാനന്ദ പ്രാപ്തിക്ക് വഴിയൊരുക്കുന്നു ഈ സാധനാക്രമം എന്നറിഞ്ഞുകൊള്ളുക. അതിനുപാധിയായിരിക്കുന്ന ജ്ഞാനം, ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഭക്തി എല്ലാം ശ്രദ്ധയോടുകൂടിയിട്ട് കൈക്കൊണ്ടുകൊള്ളുക. അതിനു വേണ്ടിയിട്ട്, ഭക്തി വളരാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തെ ഭഗവാനായി കണ്ട് സർവപ്രപഞ്ച പദാർത്ഥങ്ങളെയും സേവിക്കുക. തൻ്റെ കഴിവുകളെല്ലാം അവയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുക. ജീവിതത്തിൻ്റെ കർമ്മപദ്ധതിയും ആ കർമ്മപദ്ധതിയിലൂടെ തെളിയുന്ന ഭക്തിയും അതിലൂടെ തെളിയുന്ന ജ്ഞാനവും അതിലൂടെ തെളിയുന്ന ബ്രഹ്മസാക്ഷാത്കാരവും ഈ രണ്ടാമത്തെ ലക്ഷ്മണോപദേശത്തിൽ ഭഗവാൻ പറഞ്ഞു വച്ചു. വളരെ വിപുലമാണ് ഈ ലക്ഷ്മണോപദേശം. അതിൽ ചില ഭാഗങ്ങൾ, മുഖ്യമായ ചില ഭാഗങ്ങൾ മാത്രം നാം ഈ അവസരത്തിൽ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് നോക്കിയതേ ഉള്ളൂ എന്ന് മാത്രം.